നമസ്കാരം. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദയവായി രാജിവെച്ച് പുറത്തു പോകണം. എന്നിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ വിഭാഗങ്ങളെ മുഴുവൻ ഒരേപോലെ കാണാൻ കഴിയുന്ന ആരെയെങ്കിലും, കഴിവുള്ള ഒത്തിരി പേർ പാർട്ടിയിൽ തന്നെ ഉണ്ട്, അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ പിടിച്ച് മന്ത്രിയാക്കണം. ആരോഗ്യമന്ത്രി സ്ഥാനം അവർക്ക് കൊടുക്കണം. അവർ ഇവിടുത്തെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ജീവനും ജീവിതവും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രയത്നിക്കട്ടെ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് പേവിഷബാധ ഏറ്റ ശേഷം, അതായത് പേപ്പട്ടി കടിച്ച് അതിന് പ്രതിവിധി എന്നോണം വാക്സിനേഷനും ചെയ്ത് അതിനുശേഷം പേ ഇളകി മരിച്ച 3 കുട്ടികളുടെ കഥയാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കേരളം വളരെ വിശാലമായി ചർച്ച ചെയ്തത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആലപ്പുഴയിൽ ഒരു 17-കാരൻ പേവിഷബാധയേറ്റ് ചികിത്സയില്ലാതെ, എന്ന് പറഞ്ഞാൽ പേ ഇളകി കഴിഞ്ഞാൽ പിന്നെ മരുന്നില്ല, മരണപ്പെട്ടു. ഇവിടെ വാക്സിൻ എടുത്തില്ല അതുകൊണ്ട് മരണപ്പെട്ടു എന്ന് വാദഗതിയുണ്ടാക്കി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പുറത്ത് വാക്സിൻ എടുത്തതിന് ശേഷവും മരണപ്പെട്ടു എന്നുള്ളത് മനഃപൂർവ്വം മൂടി വയ്ക്കുന്നു. ഇനി വീട്ടിലെ പട്ടിയാണ് കടിച്ചത്, നാട്ടിലെ പട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നു. വീട്ടുകാർ പറയുന്നത് അത് വീട്ടിലെ പട്ടിയല്ല, തെരുവ് പട്ടിയാണ് കടിച്ചത്, അങ്ങനെയാണ് വിഷബാധ ഏറ്റത് എന്ന് പറയുന്നു. ഇവിടെ വീട്ടിലെ പട്ടിയാണോ നാട്ടിലെ പട്ടിയാണോ എന്ന് കിടന്ന് തർക്കിച്ച് ബഹളം വെക്കാനാണ് ഇവിടുത്തെ മന്ത്രിയും അല്ലെങ്കിൽ മറ്റുള്ള വകുപ്പ് മേധാവികളും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരും ഒക്കെ ശ്രമിക്കുന്നത്. പേവിഷബാധ ഏറ്റിട്ടുള്ള ആ വ്യക്തിയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ, അതിന് മതിയായ ചികിത്സ കൊടുക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അലോപ്പതി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ മാത്രമേ ഇതിന് മരുന്നുള്ളൂ എന്ന് കാണാതെ പഠിച്ചു വെച്ച് ബാക്കിയുള്ളത് കണ്ടില്ല എന്ന് നടിച്ച് കണ്ണ് കെട്ടിക്കൊണ്ട് അതാണ് ചെയ്യുന്നത്. കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാര്യം അല്ല എന്നുണ്ടെങ്കിൽ എത്രയോ തവണ, എത്രയോ വർഷങ്ങളായി പറയുന്നുണ്ട് ഹോമിയോയിൽ ഫലപ്രദമായി മരുന്നുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പശുവിനെ കടിയേറ്റു, അതിന് വാക്സിൻ കൊടുത്തു, പിന്നീട് പേ ഇളകി, പിന്നെ അത് കൊന്നുകളയാൻ പറഞ്ഞു. ഏതാണ്ട് 5ഓളം വെറ്ററിനറി ഡോക്ടർമാർ വന്ന് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, വേഗം കൊന്നുകളയുക എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഒരു ഹോമിയോ ഡോക്ടർ ഇടപെട്ടിട്ട് മരുന്ന് കൊടുത്തത്. ആ മരുന്ന് ദൂരെ നിന്നുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിന്റെ വായിലേക്ക്. അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ ഉമിനീര് പറ്റിയിട്ടോ അല്ലാതെയോ ഇവർക്ക് അസുഖം വന്നേക്കാം എന്നുള്ള ഒരു തോന്നലേ ദൂരെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് 4-5 ദിവസം കഴിഞ്ഞപ്പോ പേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ പശു മാറി. പിന്നീട് പൂർണ്ണമായും അതിന്റെ അവശതകളും എല്ലാം മാറി. ആ പശു വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ജീവിക്കുന്നുണ്ട്. അതിന്റെ ഉടമസ്ഥൻ വാർദ്ധക്യ സഹജമായ കാരണത്താൽ മരണപ്പെട്ടു പോയി. ഞാൻ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു അത്ഭുതം നടന്ന സ്ഥലമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ തികച്ചും അവിശ്വസനീയമായ സംഭവം. അതായത് ഈ കാണുന്ന പശുവിന് 1 വർഷം മുമ്പ് ഒരു നായ കടിച്ച് പേ ഇളകി. അതിൻ്റെ ഉടമസ്ഥനാണ് ഇദ്ദേഹം, ഒരു തിരുമേനിയാണ്. അപ്പോൾ ഈ പശുവിന് പേ ഇളകി, ഇതിന് വാക്സിനെല്ലാം കൊടുത്തു. വാക്സിനേഷൻ കൊടുത്ത ശേഷം ഡോക്ടർ വന്ന് സ്ഥിരീകരിച്ചു, കാരണം ഇതിൻ്റെ രോഗം മാറിയിട്ടില്ല, രോഗം മൂർച്ഛിച്ചു, അത് നുരയും പതയുമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ പശു ഇനി ചത്തുപോകും, വേറെ വഴിയൊന്നുമില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത് നിന്ന് ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, അത് അദ്ദേഹം സ്ഥലത്ത് വന്നതുപോലുമില്ല, അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത നിർദ്ദേശമനുസരിച്ച് തിരുമേനി തന്നെ ആ ട്രീറ്റ്മെൻറ്റ് നടത്തി ഈ പശുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതായത് പേവിഷബാധ ഇളകിക്കഴിഞ്ഞാൽ മനുഷ്യനോ മൃഗങ്ങൾക്കോ രക്ഷയില്ല എന്ന് പറയുന്ന ശാസ്ത്രം നിൽക്കുന്നിടത്ത് വളരെ നിസ്സാരമായിട്ട് ഈ പശുവിനെ സ്വന്തമായിട്ട് സ്വയം ചികിത്സിച്ച്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സ്വയം ചികിത്സിച്ച് ഇതിനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ പശുവിന് ഇപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ പേവിഷബാധയ്ക്ക് മരുന്നില്ലാഞ്ഞിട്ടല്ല, ഹോമിയോ മരുന്ന് വളരെ വ്യക്തമായി പേ ഇളകിയതിന് ശേഷം ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഇതേ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിൽ പഠിച്ചിട്ടുള്ള കോളേജുകളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. ആ ഡോക്ടർമാരുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ ഇവിടെ മരുന്ന് മാഫിയകൾ, നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന എന്താന്നുള്ളത്, വർഷങ്ങളായി ഇവിടെ ഷുഗറിനും അതുപോലെ പ്രഷറിനും മറ്റു കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൂട്ടുകൾ, വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൂട്ടുകൾ അത് ഗുണമേന്മ ഇല്ലാത്തതാണെന്നും മാരകമായ പാർശ്വഫലമുള്ളതാണ് എന്നും കണ്ടുകൊണ്ട് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരോധിച്ചപ്പോൾ ഇത്രയും കാലം അത് കഴിച്ചത് കൊണ്ട് ഈ പാവങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളാണ്, ഏത് തരത്തിലുള്ള ശാരീരിക അവശതകളാണ് വന്നത് എന്ന് എന്തെങ്കിലും ഒരു ഗവേഷണം നടത്തിയോ, ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ മരുന്ന് സേവ കൊണ്ട് മാത്രം രോഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ആശുപത്രിയുടെ എണ്ണവും വണ്ണവും കൂടുന്നു. ഇവിടെ ആശുപത്രി വ്യവസായത്തിന്റെ ഇരകളാണ് ഇവിടുത്തെ ഈ പേപ്പട്ടി കടിച്ചു മരിക്കുന്ന, ഈ പേയിളകി മരിക്കുന്ന കുട്ടികളടക്കമുള്ളവർ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല എന്നുണ്ടെങ്കിൽ ഈ പട്ടികളെ ഇവിടെ ഇങ്ങനെ വളർത്തും.
ഒരു മനുഷ്യന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഒരു ഭരണകൂടം ഇങ്ങനെ നിലനിൽക്കും? പിടിച്ചു കൊല്ലില്ലേ? അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ലേ? അപ്പോൾ ഈ പട്ടികൾ ഇങ്ങനെ പെരുകണം, എന്നിട്ട് പട്ടി കടിക്കണം, പട്ടി കടിക്കുമ്പോൾ ഈ വാക്സിൻ ഇങ്ങനെ കൊടുക്കണം. ഈ വാക്സിൻ ഒരു ഗുണവുമില്ലാത്ത സാധനമാണെന്ന് 3 തവണ 3 പേര് മരണപ്പെട്ടവരോട് തെളിഞ്ഞു കഴിഞ്ഞു. പേപ്പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ പേ വൈറസ് അതിന്റെ ഉള്ളിൽ റാബീസ് വൈറസ് ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം അതിനെയാണ് പ്രതിരോധിക്കുക. അതിന് താഴെ ശക്തി കുറഞ്ഞ ഒരു വാക്സിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല എന്ന് 3 കുട്ടികളുടെ മരണം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാക്സിൻ ആലപ്പുഴയിൽ ആ 17കാരന് വാക്സിൻ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കൊടുക്കാത്തത് കൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ള ചില പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. കൊടുത്തത് മരണപ്പെട്ടു, കൊടുക്കാത്തത് മരണപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, മരുന്ന് കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതല്ല. പേ ഇളകിയതിന് ശേഷം ഈ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് കേരളത്തിൽ വിളിക്കുന്ന അലോപ്പതി വിഭാഗത്തിൽ മരുന്നില്ല എന്ന് ഉറപ്പായിരിക്കെ, വെന്റിലേറ്റർ ഇട്ടുകൊണ്ട് മരിക്കാൻ വിട്ടാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കെ, ആ അവസരത്തിൽ പേ ഇളകിയതിനു ശേഷമെങ്കിലും ഇതേ സർക്കാരിന്റെ കീഴിൽ കോളേജുകളിൽ പഠിച്ചിറങ്ങി വരുന്ന ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് ഇറങ്ങി വരുന്ന ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. ആ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഹോമിയോ ചികിത്സ നടത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഈ വാക്സിൻ കച്ചവടത്തിൽ കോടികൾ കൊയ്യുന്നത് ഇല്ലാതാകുമെന്ന് വെച്ചിട്ടാണോ? അതോ തെരുവ് പട്ടികളുടെ നാടകം 4 പേര് അറിയുന്നു വെച്ചിട്ടാണോ? ഒരാൾക്ക് പോലും ഈ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തി ഇനി മരണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കൂടി ഒരു മരുന്ന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നിയമം മൂലം ചില വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹോമിയോ ഡോക്ടർ മരുന്ന് കൊടുക്കും. അത്തരത്തിൽ ഏതെങ്കിലും മരുന്ന് കൊടുത്തു പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്താക്കാൻ ഇവിടെ നിയമമുണ്ട്. അതായത് ഒരു ജീവൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നിയമമുണ്ട്. നമുക്കറിയാമല്ലോ, കൊറോണ കാലത്ത് ഈ കൊറോണ വൈറസിന് സത്യത്തിൽ മരുന്നില്ല. അലോപ്പതിയിൽ മരുന്നേ സാധനമില്ല. ഒരു വൈറൽ രോഗങ്ങൾക്കും അലോപ്പതിയിൽ മരുന്നില്ല. രോഗലക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ പ്രിവന്റീവ് മെഡിസിൻ ആയിട്ട് വാക്സിനോ ഒക്കെ കൊടുത്തുകൊണ്ട് നിൽക്കാനേ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ കൊറോണ വന്നവർക്ക് ചികിത്സിക്കാൻ വേണ്ടി ഒരു ഹോമിയോ ഡോക്ടറെ ചികിത്സിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണം നടത്തുകയും ചെയ്തത് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി കൊറോണയ്ക്ക് ചികിത്സിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് കോടതി വിധി വന്നപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉത്തരവിടേണ്ടി വന്നു, ഇനി മുതൽ ഹോമിയോ ചികിത്സയും ചെയ്യാമെന്ന്. അതുവരെയുള്ള വൈറസുകൾ അലോപ്പതി മാത്രം ചികിത്സിക്കുന്നതും ആ ഉത്തരവിന് ശേഷമുള്ളത് ഹോമിയോ കൂടി ചികിത്സിക്കുന്നതിൽ വൈറസ് സെപ്പറേറ്റ് ആയിട്ട് വന്നോ? ഇവിടെ അല്ല, ഇത് കള്ളത്തരമാണ്. ഇവിടെ കൊള്ളയടിക്കാനുള്ള മരുന്ന് കൊള്ള നടത്തി ഇവിടെ വലിയ വ്യവസായം നടത്തി ജനങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യവകുപ്പും മന്ത്രിയും പ്രവർത്തിക്കുന്നത് കൊണ്ടാണിത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പേപ്പട്ടി വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ നോർമലി ചികിത്സിക്കട്ടെ, വാക്സിൻ കൊടുക്കട്ടെ, എല്ലാം ചെയ്യട്ടെ. എന്നിട്ട് അതിൽ നിന്ന് പിടുത്തം വിട്ടു, പേ ഇളകിപ്പോയി, അത് വാക്സിൻ കൊടുത്താലും ഇല്ലെങ്കിലും പേ ഇളകിപ്പോയി. ആ സാഹചര്യത്തിൽ പിന്നെ മരണം മാത്രമേ പിന്നെ രക്ഷയുള്ളൂ, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഹോമിയോ മെഡിസിൻ ഒന്ന് കൊടുത്തൂടെ? ആ ഹോമിയോ മെഡിസിൻ കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചൂടെ? എന്നിട്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്നേ. അപ്പോൾ അതിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണ് ഈ വ്യവസായം ഇവിടെ നടക്കുന്നത്, ഈ വിപണനം ഇവിടെ നടക്കുന്നത്, ഈ പട്ടി വളർത്തൽ ഇവിടെ നടക്കുന്നത്, ഈ വാക്സിൻ കച്ചവടം ഇവിടെ നടത്തുന്നത്, അതിന്റെ കമ്മീഷനൊക്കെ അവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ജനം മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എത്രയോ തവണ ഇവിടെ വൈദ്യന്മാരും മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങൾ ചികിത്സിക്കാം, പേ ഇളകിയ ശേഷം ഞങ്ങൾ പറയാം, നിങ്ങൾ തന്നെ ചെയ്താൽ മതി, നിങ്ങൾ തന്നെ കൊടുത്താൽ മതി, മരുന്ന് ഞങ്ങൾ പറഞ്ഞു തരാം, നിങ്ങളത് കൊടുക്കുക, അവർ ജീവൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഈ ചെവിയിലൂടെ കേട്ട് ഇതുവഴി കളയും എന്നല്ലാതെ ഒരു കാരണവശാലും അത് ഞങ്ങൾ ചെയ്യില്ല. ചെയ്തു പോയി കഴിഞ്ഞാൽ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കാട്ടിക്കൂട്ടി പൊക്കി വെച്ചിരുന്ന നുണക്കോട്ടകൾ മുഴുവൻ പൊളിഞ്ഞു വീഴും. അങ്ങനെ ആകെ തുമ്പില്ലാതാവും. പിന്നെ ഈ അലോപ്പതി എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ജനം വെറുക്കും എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതെ വെറും വ്യവസായമായി വെറും കച്ചവടമായി ഇതിനെ മാറ്റുന്ന ഈ ആരോഗ്യമന്ത്രി ഇനിയും ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കരുത്. ദയവായി നിങ്ങൾ അലോപ്പതി മന്ത്രിയാണെന്ന് സമ്മതിക്കണം. ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിങ്ങൾ രാജിവെച്ച് കൊള്ളാവുന്ന ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് നിയമിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കൾ ഈ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ഇതുപോലെ മരുന്ന് കമ്പനികളുടെ കമ്മീഷൻ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഇനിയെങ്കിലും ആരോഗ്യമന്ത്രിയെ ഒന്ന് നിയമിക്കണം, അലോപ്പതി മന്ത്രിയല്ല. ഇവിടെ ഹോമിയോ അടക്കമുള്ള ആയുർവേദം അടക്കമുള്ള പരമ്പരാഗത വൈദ്യം അടക്കമുള്ള ധാരാളം ചികിത്സാ രീതികൾ ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഫലപ്രദമായ മരുന്നുകളുള്ള, എന്നാൽ അലോപ്പതിയിൽ ചികിത്സകൾ ഇല്ലാത്ത ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ക്യാൻസർ ചികിത്സ മുതൽ നമുക്ക് തെളിവാണ്. എന്താ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ ഒരു ക്യാൻസർ അദ്ദേഹത്തിന് വന്നു, അതിൽ പ്രയാസം വന്നു, അങ്കമാലിയിലുള്ള വൈദ്യർ ചികിത്സിച്ചു, അത് ഭേദപ്പെട്ടു. 6 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു, മരുന്ന് കഴിച്ചില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ അസുഖം മാറിയപ്പോൾ മൂപ്പര് നിർത്തി. വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു.
വീണ്ടും വന്നപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സിക്കാൻ വന്നു. ആ ചികിത്സ ഇയാൾ കൊടുത്തു, ചീത്ത വിളിച്ചിട്ടെങ്കിലും കൊടുത്തു. മര്യാദയ്ക്ക് 6 മാസം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ 1.5 മാസം മരുന്ന് കഴിച്ചു, നിർത്തി. പിന്നെ മരുന്ന് കഴിച്ചില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാൻസർ വന്നു. നമുക്കറിയാലോ ഇവിടെ നടന്ന പുകിലുകള്. ഈ വൈദ്യം ചികിത്സിച്ചിട്ടാണ് വീണ്ടും ക്യാൻസർ വന്നത്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പുകലുണ്ടാക്കി, വലിയ വിവാദമുണ്ടാക്കി, ഇവിടെ മറ്റു വിഭാഗങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിൽ വാർത്തകൾ പടച്ചുണ്ടാക്കി, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ, നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഉമ്മൻചാണ്ടിയെ അലോപ്പതി ചികിത്സയിലേക്ക്, ക്യാൻസറിന് വളരെ വിദഗ്ധ ചികിത്സ നൽകുന്ന, ഇന്ത്യയിൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥാനത്തും അതുപോലെ മറ്റു പലയിടത്തും കൊണ്ടുപോയി. അവസാനം ഇനി ഒരിക്കലും ക്യാൻസർ വരാത്ത ഒരു ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി. ഇതല്ലേ സംഭവിച്ചത്? ഈ ചാലക്കുടിയിലെ അങ്കമാലിയുടെ വൈദ്യൻ ചികിത്സ സമയത്ത് ആള് ജീവനോടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ജീവനോടെ ഇല്ലാത്തൊരവസ്ഥയായി. ഇത് തന്നെയല്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിലും സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് അതിനൊന്നും ചികിത്സിക്കേണ്ട എന്നല്ല. നമ്മുടെ ഈ നാട് വിവിധ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ട്, സംവിധാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. അവയും കൂടെ ചേർത്ത് വേണം നമ്മുടെ ഇവിടെ ചികിത്സാ രീതികൾ ഇവിടെ നോക്കാൻ. ക്യാൻസർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, ക്യാൻസറിന് സർജറി ആവശ്യമുണ്ടെങ്കിൽ അലോപ്പതി ചെയ്യട്ടെ. മാറുന്ന ക്യാൻസർ മറ്റൊരു മരുന്ന് കൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ. അതുപോലെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ, പേ ഇളകി കഴിഞ്ഞാൽ പിന്നെ അലോപ്പതിക്കൊന്നും ചെയ്യാനില്ല, ആ സമയത്ത് ഹോമിയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഫലപ്രദമായ മറ്റു മേഖലകൾ ചെയ്യട്ടെ. ഇവിടെ ജീവൻ രക്ഷപ്പെടുന്നതും ജീവിതം രക്ഷപ്പെടുന്നതുമാണ് നമുക്ക് പ്രധാനം. ആരോഗ്യമാണ് പ്രധാനം എന്നൊരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും അതുപോലെ ആരോഗ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. Different angles. Don't forget to subscribe and support this channel.